ബോട്ടണിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ ഒരു ജനറൽ ഐഡിയ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലവറിംഗ് സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷന് 3 സ്റ്റെപ്പുകളാണുള്ളത് അല്ലെ? പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പ്രീ ഫെർട്ടിലൈസേഷനകത്ത് ഗാമീറ്റോജെനസിസും ഗമേറ്റിക് ട്രാൻസ്ഫറും. ഗമീറ്റോജെനസിസിനകത്ത് മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഉണ്ടാകുന്നത് കാണാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ മെയിൽ ഗമീറ്റോജെനസിസ് പഠിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി എഴുതിയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. ആ ഹെഡിങ്ങിനകത്ത് 4 പോയിന്റ്സ് ആണുള്ളത്. സ്റ്റേമൻ എന്താണെന്ന് ഇതിന്റെ സ്ട്രക്ചർ കാണണം, മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ആൻതറിന്റെ സ്ട്രക്ചർ കാണണം, മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ കാണണം, പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റോഫൈറ്റിന്റെ സ്ട്രക്ചർ കാണണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേമന്റെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള ആന്റിജന്റെ ഒരു യൂണിറ്റിന്റെ പേരാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. സ്റ്റേമന് 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഫിലമെന്റും അതുപോലെ തന്നെ ഈ ഫെർട്ടൈൽ പോർഷന്റെ പേരാണ് ആന്തർ എന്നും പറയും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ സെക്കൻഡ് പോയിന്റിലേക്ക് പോകണം. ആരെയാണ് നമ്മൾ പഠിക്കാൻ പോവുക? മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ആന്തറിന്റെ സ്ട്രക്ചർ പഠിക്കാൻ പോവുക. ഈ സ്റ്റേമന്റെ അഗ്രഭാഗത്തിരിക്കുന്ന ആന്തറിന്റെ സ്ട്രക്ചർ പഠിക്കാൻ പോയി. ആന്തറിന്റെ സ്ട്രക്ചർ പഠിക്കണമെങ്കിൽ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ആന്തറിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ അനാറ്റമി കാണാൻ പറ്റും. അപ്പൊ അത് നമുക്ക് പ്രാക്ടിക്കലിൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടെട്രാഗോണൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരും. ഇനി അതിന്റെ അനാറ്റമി അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അതിന് 3 ഭാഗങ്ങളാണ്. 3 ഭാഗങ്ങൾ നമുക്ക് കാണാം. ഈ ആന്തറിന് 2 ലോബുകളാണ്. ഇതൊരു ലോബ്, ഇതൊരു ലോബ്. ഈ ലോബിനുള്ളിൽ 2 തീക്കാണ് അല്ലെങ്കിൽ 2 ക്യാവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡൈതീക്കസ് എന്ന് വിളിക്കുന്നത്. ഇതിനുള്ളിലുണ്ട് 2 തീക്ക അല്ലെങ്കിൽ 2 ക്യാവിറ്റി. നോക്കുക, ഓരോ തീക്കായാലും അല്ലെങ്കിൽ ഓരോ ക്യാവിറ്റിയും ഓരോ മൈക്രോസ്പൊറാഞ്ചിയമാണ്. ആന്തറിനെ മൊത്തത്തിൽ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും. അതുപോലെ തന്നെ ഓരോ തീക്കായും മൈക്രോസ്പൊറാഞ്ചിയം എന്നാണ്. ശരിക്കും ഒരു ആന്തറിനകത്ത് 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ടെന്നാണ് ടെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഒരു തീക്കായുടെ ഏറ്റവും സെന്ററിൽ കാണുന്ന ഈ ടിഷ്യൂവിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് സെൽസിന് പറയുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത്. സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയും. അങ്ങനെ പേര് വരാൻ കാരണം സ്പോറിനെ ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൈക്രോസ്പോറിനെ ജനറേറ്റ് ചെയ്യുന്ന ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത് കാണുന്നത് ഈ ആന്തറിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുന്ന ഇതിന്റെ ഈ എൻവലപ്പിനാണ് എന്ന് പറയുന്നത് നമ്മൾ വോൾ ലെയേഴ്സ് എന്നാണ് പറയുന്നത്. വോൾ ലെയർ എന്ന് പറയുന്നത്. മൂന്നാമത് കാണുക, ഇവിടെ ഒരു സ്റ്റെറൈൽ ടിഷ്യൂ കാണുന്നുണ്ട്. അതിന്റെ പേര് കണക്റ്റീവ് എന്നാണ്. എന്താണ് കണക്റ്റീവ് എന്ന് പറയുന്നത്? അപ്പൊ 3 പോർഷൻസ് ആണ് മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചറിനകത്ത് മേജർ ആയിട്ട് നമുക്ക് കാണാം. ഏതൊക്കെയാണ്? സെൻട്രൽ കാണുന്ന സ്പോറോജീനസ് ടിഷ്യൂ, വോൾ ലെയർ, കണക്റ്റീവ്. അപ്പൊ ഈ കണക്റ്റീവ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റെറൈൽ ടിഷ്യൂ ആണ്. ഒരു സ്റ്റേമന്റെ ആന്തറിനുള്ളിൽ അതിന്റെ ഫിലമെന്റ് ഈ സ്റ്റോക്ക് ഇങ്ങനെ ഇതിനുള്ളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഫിലമെന്റ് ആണ് ഇവിടെ ഈ കണക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റെറൈൽ ടിഷ്യൂ ആണ്. ഓക്കെ, ഏറ്റവും വെളിയിൽ കാണുന്ന ലെയറിന്റെ പേരാണ് എപ്പിഡെർമിസ് എന്ന് നമ്മൾ പറയുന്നത്. എപ്പിഡെർമിസ്. തൊട്ടുള്ളിലായിട്ട് എപ്പിഡെർമിസിന് തൊട്ടുള്ളിലായിട്ട് കാണുന്ന രണ്ടാമത്തെ ലെയറിന്റെ പേരാണ് എൻഡോതീസിയം എന്ന് നമ്മൾ പറയും. എൻഡോതീസിയം എന്ന് പറയും. അതിനുശേഷം അല്ലെങ്കിൽ എൻഡോതീസിയത്തിന്റെ തൊട്ടുള്ളിൽ കാണുന്ന 3-4 നിരകളുള്ള ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് മിഡിൽ ലെയേഴ്സ് എന്ന് പറയും. മിഡിൽ
ലെയേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ 3 ലെയറുകളുടെയും ഫംഗ്ഷൻ ഈ ആൻസറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൻസർ മച്ചുറായി കഴിയുമ്പോഴത്തേന് ഇതിന്റെ വോള് ബ്രേക്ക് ചെയ്ത് പോളൻ ഗ്രെയിൻസിനെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് ഈ 3 ലെയറുകളുടെ ഫംഗ്ഷൻസ്. ആരൊക്കെയാണ്? ഏറ്റവും ഔട്ടറിൽ കാണുന്നത് എപ്പിഡെർമിസ്, അതിന്റെ ക്രമം തെറ്റാൻ പാടില്ല. ഏറ്റവും വെളിയിൽ കാണുന്നത് എപ്പിഡെർമിസ്, തൊട്ടുള്ളില് എൻഡോത്തീസിയം, അതിനുള്ളിൽ കാണുന്ന 2-3 നിരകളുടെ പേരാണ് മിഡിൽ ലെയേഴ്സ്. ഇനി അടുത്തതായിട്ട് ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയറിന്റെ പേരാണ് ടപ്പീറ്റം എന്ന് പറയും. ടപ്പീറ്റം, ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയറിന്റെ പേരാണ് ടപ്പീറ്റം. അപ്പൊ ഈ 4 ലെയറുകളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് പറയുക, വോൾ ലെയർ എന്ന് പറയുന്നത്. അപ്പൊ വോൾ ലെയറിന് 4 ലെയറുകൾ ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം. ഇത്രയുമാണ് ഒരു മൈക്രോസ്പോറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ. അല്ലെങ്കിൽ ആ സ്പോറോജീനസ് ടിഷ്യൂവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഹോമോജീനസ് സെൽസ് ആണ്. ഒരുപോലെയുള്ള അടുപ്പിച്ചടുപ്പിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന സെൽസ് ആണ്. അപ്പൊ ഈ ടപ്പീറ്റത്തിന്റെ ഒരു പ്രത്യേകത, അതിന്റെ സെല്ലുകള് അതിനുള്ളിൽ അബൻഡന്റ് സൈറ്റോപ്ലാസം കാണും. അതുപോലെ തന്നെ മോർ ദാൻ 1 ന്യൂക്ലിയസ് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ കാണും ടപ്പീറ്റത്തിന്റെ സെല്ലുകൾക്ക് കാണും. അപ്പൊ ഈ ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സ്പോറോജീനസ് ടിഷ്യൂവിനെ നറിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകതകളുണ്ട്. ഈ വോൾ ലെയേഴ്സിലെ ഔട്ടർ ആയിട്ടുള്ള 3 ലെയറുകൾ ആൻതറിന്റെ ഓൾ അറൌണ്ട് പ്രസന്റ് ആണ്. എന്നാൽ ടപ്പീറ്റം എവിടെ മാത്രമേ ഉള്ളൂ? 4 പോയിന്റിൽ മാത്രമേ ഉള്ളൂ അല്ലെ. 4 സ്ഥലത്താണ് സ്പോറോജീനസ് ടിഷ്യൂ കാണുക. അതിനു ചുറ്റും മാത്രമേ ടപ്പീറ്റം കാണുകയുള്ളൂ. ഏതായാലും മൈക്രോസ്പോറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. അത് കണക്റ്റീവ് എന്ന് പറയും. ദെൻ അടുത്തത് നമ്മൾ കാണാൻ പോവുക മൈക്രോസ്പോറോജെനസിസ് ആണ്. ഈ മൈക്രോസ്പോറാഞ്ചിയത്തിനുള്ളിൽ എങ്ങനെയാണ് മൈക്രോസ്പോർ ഉണ്ടാകുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്പോറോജീനസ് ടിഷ്യൂ ആണ് അല്ലെ ഈ കാണുന്നത്. 1, 2, 3, 4 സ്ഥലത്തിരിക്കുന്ന സെല്ലുകള് സ്പോറോജീനസ് ടിഷ്യൂ ആണ്. സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലിനെയും നമ്മൾ വിളിക്കുന്ന പേര് MMC അല്ലെങ്കിൽ PMC എന്നാണ്. മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ എന്ന് പറയുമ്പോൾ അവര് ഡിപ്ലോയിഡ് ആണ്. നമുക്കൊരു ഫ്ലവറിന്റെ ആൻജിയോസ്പിയം പ്ലാന്റ് മുഴുവൻ ഡിപ്ലോയിഡ് ആണ്. ഫ്ലവറിലെ എല്ലാ സെല്ലുകളും ഡിപ്ലോയിഡ് ആണ്. അതുപോലെ തന്നെ ആൻതറിലെ എല്ലാ സെല്ലുകളും ഇപ്പോഴും ഡിപ്ലോയിഡ് ആണ്. ഈ ഡിപ്ലോയിഡ് സെല്ലുകൾ ഓരോന്നും മിയോസിസ് വഴി ഡിവൈഡ് ചെയ്ത് ആരായിട്ട് മാറുന്നു? മൈക്രോ സ്പോറുകളായിട്ട് മാറുക ചെയ്തു. ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോറുകളായിട്ട് മാറുക ചെയ്തു. ഇവിടെ നടക്കുന്ന ഡിവിഷൻ എന്താണ്? മിയോസിസ് ആണ് നടക്കുന്നത്. അങ്ങനെ മിയോസിസ് നടന്ന് MMCയിൽ നിന്ന് മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക മൈക്രോസ്പോറോ ജെനസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 റീജിയനിലും സ്പോറോജീനസ് ടിഷ്യൂ ഇരിക്കുന്ന 4 റീജിയനിലും ഉള്ള മുഴുവൻ MMCകളും ആരായിട്ട് മാറും? മൈക്രോസ്പോറുകളായിട്ട് മാറും. നമുക്കറിയാം മിയോസിസ് നടന്നാൽ ഒരു സെല്ലിൽ നിന്ന് എത്ര ഡോട്ടർ സെല്ലാണ് ഉണ്ടാകുക? 4 എണ്ണമാണ്. അപ്പൊ ഒരു MMCയിൽ നിന്ന് മിയോസിസ് നടന്ന് 4 മൈക്രോസ്പോറുകൾ ഉണ്ടാകുകയാണ്. ഇവിടെ നമുക്ക് ഒരു പിക്ചറിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടാകുന്ന 4 സെല്ലുകളും ഇനിഷ്യൽ സ്റ്റേജിൽ സെപ്പറേറ്റ് ചെയ്ത് പോകത്തില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറില്ല. അവർ 4 ഒരു ക്ലസ്റ്റർ ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കാണുന്ന ആ സ്റ്റേജിൽ നമ്മൾ പറയുന്ന പേരാണ് മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറയുന്നത്. 4 മൈക്രോസ്പോറുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുക ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു MMCയിൽ നിന്ന് 4 മൈക്രോസ്പോർ ആണെങ്കിൽ ചിലപ്പോൾ ചോദിക്കുക, ഒരു ആൻതറിനുള്ളിൽ 1000 മൈക്രോസ്പോർ മദർ സെല്ല് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര മൈക്രോസ്പോറുകൾ ഉണ്ടാവും? മിയോസിസ് നടക്കുമ്പോൾ ഒരു സെല്ലിൽ നിന്ന് 4 അല്ലേ? അപ്പൊ 1000 ഉണ്ടെങ്കിൽ ഇൻറ്റു 4 4000 ഉണ്ടാവും. എത്രയുണ്ടോ അതിന്റെ 4 ഇരട്ടി മൈക്രോസ്പോറുകളാണ് അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മള് മൈക്രോസ്പോറാഞ്ചിയം അല്ലെങ്കിൽ ആൻതറിന്റെ സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞു. അതിനുള്ളിൽ നിന്ന് മൈക്രോസ്പോറോജെനസിസ് നടന്ന മൈക്രോസ്പോർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്
ഒരു മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ കാണണം, അതിനുശേഷം ഒരു പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ കാണണം. ഇതൊരു മൈക്രോസ്പോറാണ്, ഇത് മൈക്രോസ്പോറാണ്. ഇതാരാണ്? പോളൻ ഗ്രെയിനാണ്. നമുക്കിവിടെ കാണേണ്ടത് അവരെ രണ്ടുപേരെ അല്ലേ. അടുത്തതാരെയാണ്? മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ കാണണം, കഴിഞ്ഞിട്ട് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമറ്റോഫൈറ്റിന്റെ സ്ട്രക്ചർ കാണണം. അപ്പൊ ഇവിടെ മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിലുണ്ടായ ഈ മൈക്രോസ്പോറുകളിൽ ഒരെണ്ണത്തിന്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. എല്ലാ മൈക്രോസ്പോറുകളും 4 പോർഷൻസ് ആണ് അതിനുള്ളത്. മൈക്രോസ്പോർ ഹാപ്ലോയിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. 4 പോർഷൻസ് ഉണ്ട്. അതിന്റെ ഏറ്റവും ഔട്ടർ വോളിന് പറയുന്ന പേരാണ് എക്സൈൻ എന്ന് പറയും. രണ്ടാമത്തെ വോളിന് പറയുന്ന പേരാണ് ഇന്റൈൻ എന്ന് പറയും. ആൻഡ് തേർഡ് ഈസ് എല്ലാ സെല്ലുകൾക്കുമുള്ള സെൽ വോളിനുള്ളിൽ കാണുന്ന ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. അതിനുള്ളിൽ ആര് കാണും? ഒരു ന്യൂക്ലിയസ് കാണും. ന്യൂക്ലിയസ് കാണും. നമുക്കറിയാം ആ ന്യൂക്ലിയസ് എങ്ങനെ ചെയ്യാം? ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്, മിയോസിസ് വഴി ഉണ്ടായിരിക്കുന്ന മൈക്രോസ്പോർ. പിന്നെ എല്ലാ സെല്ലുകളിലും കാണുന്ന പോലെ സൈറ്റോപ്ലാസവും അവിടെ ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഒരു മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ആൻസറിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ആയിരക്കണക്കിന് മൈക്രോസ്പോറുകളുടെ സ്ട്രക്ചറാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ആൻസർ മച്ചുർ ആകുന്നതനുസരിച്ചിട്ട് ഈ മൈക്രോസ്പോറുകൾ വളർന്ന് ആരായിട്ട് മാറണം? പോളൻ ഗ്രെയിനുകൾ അല്ലെങ്കിൽ മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറണം. അപ്പൊ നമ്മൾ ഇനി അടുത്ത കാണാൻ പോകുന്ന പോളൻ ഗ്രെയിൻ, മൈക്രോസ്പോറിൽ നിന്നുണ്ടായ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമറ്റോഫൈറ്റിന്റെ സ്ട്രക്ചറാണ്. പോളൻ ഗ്രെയിനെ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്, ഫൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് എന്നാണ്. മെയിൽ ഗമീറ്റിനെ വഹിക്കുന്ന പ്ലാന്റ് പാർട്ട് ആയതുകൊണ്ടാണ് പോളൻ ഗ്രെയിനെ നമ്മൾ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റിൽ അപ്പോൾ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു മൈക്രോസ്പോർ എങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത് 4 പിക്ചറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. പതുക്കെ അത് ചേഞ്ച് ചെയ്ത് മാറുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ, മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്തുണ്ടായിരുന്ന പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ നമ്മൾ കാണാൻ പോകുക. അത് വളരെ സിമ്പിൾ ആണ്, ഈസിയാണ്. കാരണം സെയിം സ്ട്രക്ചർ ആണ്, ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. മൈക്രോസ്പോറിനകത്ത് ഒറ്റ സെല്ലേ ഉള്ളൂ, ഇവിടെ അത് 2 സെല്ലായിട്ട് മാറിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. ഇനി അതിന് എത്ര പോർഷൻസ് ഉണ്ടെന്ന് നോക്കൂ. 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം, എളുപ്പമുണ്ട് മാർക്ക് ചെയ്യാൻ. ഔട്ടർ വോളിന്റെ പേരെന്താണ്? എക്സൈൻ തന്നെ. രണ്ടാമത്തെ വോളിന്റെ പേരെന്താണ്? ഇന്റൈൻ ആണ്. മൂന്നാമത്തെ വോൾ എന്ന് പറയുന്ന ആരാണ്? എല്ലാ സെല്ലിലും കാണുന്ന പോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകളായിട്ട് മാറിയിരിക്കുന്നു. ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും. വലിയ സെല്ലിന് നമ്മൾ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയും. ചെറിയ സെല്ലിന് പറയുന്ന പേരാണ് ജനറേറ്റീവ് സെൽ എന്ന് പറയും. അപ്പം ഇങ്ങനെ ഈ 2 സെൽഡ് ആയിട്ട് മാറിയിരിക്കുന്ന മൈക്രോസ്പോറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കുക. ഇനി ഈ പോളൻ ഗ്രെയിനിന്റെ ഈ ലെയറുകളെ പറ്റി അല്പം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആരാണ്? ഒരു റഫ് സർഫസ് ഉള്ള എക്സൈൻ അല്ലേ. ആ എക്സൈൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഓർഗാനിക് കെമിക്കൽ കൊണ്ടാണ്. അതിന്റെ പേര് സ്പോറോപൊള്ളനിൻ എന്നാണ്. സ്പോറോപൊള്ളനിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. സ്പോറോപൊള്ളനിൻ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്പോറോപൊള്ളനിൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് മെറ്റീരിയൽ ആണ്. മോസ്റ്റ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ ദാറ്റ് ഈസ് നോൺ എന്നാണ് സ്പോറോപൊള്ളനിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്പോറോപൊള്ളനിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റന്റ് ടു ടെമ്പറേച്ചർ, ആൽക്കൈലിനിറ്റി, അസിഡിറ്റി, എൻസൈംസ് എക്സെട്ര. ഹൈ ടെമ്പറേച്ചറിനോ ആൽക്കലിക്കോ ആസിഡിനോ എൻസൈമിനോ ഒന്നിനും ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ മണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഫോസിലായിട്ട് അവിടെ കിടക്കും. ഭയങ്കര റെസിസ്റ്റൻസ് ഉള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് പോളൻ ഗ്രെയിനെ മാറ്റിയിരിക്കുന്നത് ആരാണ്? എക്സൈൻ നിർമ്മിച്ചിരിക്കുന്ന കെമിക്കലാണ്. അതിന്റെ പേരെന്താണ്? സ്പോറോപൊള്ളനിൻ എന്നാണ്. സ്പോറോപൊള്ളനിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുള്ള ഒരു എൻസൈമിനെ ഇതുവരെ നമുക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ലെയറിന്റെ പേരെന്താ നോക്കൂ, ഇന്റൈൻ എന്നാണ് അല്ലെ. ഈ ഇന്റൈൻ നിർമ്മിച്ചിരിക്കുന്നത് സ്പോറോപൊള്ളൻ, എക്സൈൻ നിർമ്മിച്ചിരിക്കുന്നത് സ്പോറോപൊള്ളനും വെച്ചിട്ടാണ്. ഇന്റൈനെ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസും
സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ്. സാധാരണ സെൽ വോളിൽ കാണുന്നത് തന്നെയാണ്. സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോർമൽ ആയിട്ടുള്ള സെക്കൻഡ് ലെയർ ആണ്. അതിനുള്ളിൽ കാണുന്നവരാണ് പ്ലാസ്മ മെംബ്രെയിൻ, എല്ലാ സെല്ലിലും കാണുന്ന പോലെ. പിന്നെ ഇവിടെ ആ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലുകൾ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? വലിയ സെല്ലിന്റെ പേരെന്താണ്? വെജിറ്റേറ്റീവ് സെൽ എന്നാണ് പറയുന്നത്. ചെറിയ സെല്ലിന്റെ പേരെന്താണ്? ജനറേറ്റീവ് സെൽ എന്നും പറയും. ഇനി വെജിറ്റേറ്റീവ് സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ലാർജ് ഇൻ സൈസ് വിത്ത് അബൻഡന്റ് ഫുഡ് റിസർവ് ആൻഡ് ആൻ ഇറഗുലർ ലാർജ് ന്യൂക്ലിയസ്. മൂന്ന് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ലാർജ് സെല്ലാണ്, അബൻഡന്റ് ഫുഡ് റിസർവ് ഇതിനുള്ളിലുണ്ട്, ഒരു വലിയ ഇറഗുലർ ഷേപ്പുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ള ആ സെല്ലിനെയാണ് പറയുക വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയും. ദെൻ അടുത്തത്, ഈ വെജിറ്റേറ്റീവ് സെല്ലിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ചെറിയ സെല്ലിനെയാണ് നമ്മൾ പറയുക ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ജനറേറ്റീവ് സെല്ലിനെ പറയുന്നത് സ്പിൻഡിൽ ഷേപ്ഡ് ഫ്ലോട്ടിംഗ് സെൽ ഇൻ പോളൻ ഗ്രെയിൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സെല്ലിനകത്ത് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡും പോയിന്റഡ് എന്നുള്ള മീനിങ് ആണ് അല്ലെ. അപ്പോൾ അങ്ങനെ പോയിന്റഡ് എൻഡുള്ള ജനറേറ്റീവ് സെല്ലാണ് ഇവിടെ കാണുന്നത്. അതിനുള്ളിലും ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ടാവും, ധാരാളം സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. അപ്പൊ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും അടങ്ങിയിരിക്കുന്ന ഈ സ്ട്രക്ചറിനെയാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ എക്സൈഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ചില പോർഷൻസില് സ്പോറോപൊള്ളനിൻ കാണില്ല, അല്ലെങ്കിൽ ചില ഓപ്പണിങ്സ് കാണാം, ഹോളുകൾ കാണാം. അതിന് നമ്മളൊരു പേര് പറയും, ജേം പോർ എന്നാണ് പറയുന്നത്. ജേം പോർ എന്നാണ് പറയുക. അപ്പൊ ആ ജേം പോറിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നീട് പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ, പോളിനേഷൻ കഴിഞ്ഞ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഈ പോളൻ ട്യൂബ് ഇന്റൈനാണ് ട്യൂബായിട്ട് പുറത്തേക്ക് പോവുക. അപ്പൊ അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് എന്ത്? ഈ ജേം പോർ. ജേം പോറിലൂടെയാണ് പോളൻ ഗ്രെയിനിന്റെ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പൊ അത്രയുമാണ് നമ്മൾ പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചറായിട്ടൂടെ കാണുന്നത്. അപ്പൊ നമ്മള് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രീ ഫെർട്ടിലൈസേഷനിലെ മെയിൽ ഗമീറ്റോജെനസിസിലാണ് അല്ലെ, മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്ന സ്ഥലം വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ സ്റ്റേമൻ പഠിച്ചു, മൈക്രോസ്പോറഞ്ചിയം അല്ലെങ്കിൽ ആന്തർ പഠിച്ചു, അതിനുള്ളിലുണ്ടായ മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ കണ്ടു, അത് ഡെവലപ്പ് ചെയ്തുണ്ടായ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗമീറ്റോഫൈറ്റ് എന്ന് കണ്ടു. നമ്മൾ മെയിൽ ഗമീറ്റിനെ മാത്രം ഇതുവരെ കണ്ടിട്ടില്ല, പോളൻ ഗ്രെയിൻ വരെ ഇവിടെ എത്തിയിട്ടുള്ളൂ അല്ലെ. പോളൻ ഗ്രെയിനിൽ രണ്ട് സെല്ലുണ്ട്, ലാർജ് വെജിറ്റേറ്റീവ് സെല്ലും സ്മോൾ ജനറേറ്റീവ് സെല്ലും. ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാര്യം, 60% ആൻജിയോസ്പേംസിൽ പോളൻ ഗ്രെയിൻ, അതായത് ആന്തർ മച്ചുർ ആയി കഴിഞ്ഞിട്ട് ആന്തറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, ഇതിനകത്ത് മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്നു, മൈക്രോസ്പോർ ഇവിടെ തന്നെ ഇരുന്ന് വളർന്ന് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നു. പുറത്തേക്ക് വരുന്ന ഈ പോളൻ ഗ്രെയിനുകള് 60% ആൻജിയോസ്പേംസിലെ 2 സെല്ല് ആയിരിക്കും, 2 സെല്ല് മാത്രമേ കാണുള്ളൂ. ഏതൊക്കെ 2 സെല്ലുകള്? വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. എന്നാൽ 40% ആൻജിയോസ്പേംസില് പുറത്തേക്ക് വരുമ്പോൾ അത് 3 സെൽഡ് ആയിരിക്കും. 3 സെൽഡ് ആകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനറേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ് മൈറ്റോസിസ് വഴി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇത് 2 മെയിൽ ഗമീറ്റുകളായിട്ട് മാറും. അപ്പോൾ പോളൻ ഗ്രെയിൻ 2 സ്റ്റേജിൽ നമുക്ക് കാണാം. ആദ്യത്തെ സ്റ്റേജ് 2 സെല്ലാണ്, അന്നേരം നമുക്ക് ഗമീറ്റ് ഉണ്ടായിട്ടില്ല. ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമീറ്റ് ആയിട്ട് മാറിയെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? 3 സെൽ എന്ന് പറയും. അപ്പോൾ പോളിനേഷനും ഫെർട്ടിലൈസേഷനും മുമ്പായിട്ട് എല്ലാ പോളൻ ഗ്രെയിനും എങ്ങനെ ആയിരിക്കണം? 3 സെല്ലായിട്ട് മാറണം, എങ്കിലേ 2 മെയിൽ ഗമീറ്റുകളോടെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആന്തറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് മിക്കവാറും ചെടികളിൽ എങ്ങനെയായിരിക്കും? 60% ചെടികളിലും 2 സെല്ലായിരിക്കും. അതിനുശേഷം പോളിനേഷന് ശേഷമായിരിക്കും അത് 3 സെല്ലായിട്ട് മാറുക. പക്ഷെ 40% പ്ലാന്റ്സിൽ ആന്തറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ പോളൻ ഗ്രെയിൻ എങ്ങനെയായി മാറിയിട്ട് കാണും? 3 സെല്ലായിട്ട് മാറിയിട്ട് കാണും. അപ്പൊ ഈ പോളൻ ഗ്രെയിനകത്ത് ഇപ്പൊ എന്തുണ്ടായി? 2 മെയിൽ ഗമീറ്റ് ഉണ്ടായി. അങ്ങനെ ആ 2 മെയിൽ ഗമീറ്റ് ഉള്ളതുകൊണ്ടാണ് പോളൻ ഗ്രെയിനെ നമ്മൾ എന്ത് വിളിക്കുക?
മെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് വിളിക്കുക. ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. മെയിൽ ഗാമീറ്റോജെനസിസ് ഈസ് ഓവർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ മെയിൽ ഗാമീറ്റോജെനസിസ് കഴിഞ്ഞു. പോളൻ ഗ്രെയിനകത്ത് എത്ര മെയിൽ ഗമീറ്റ് ഉണ്ടായി? 2 മെയിൽ ഗമീറ്റ് ഉണ്ടായി. വീണ്ടും നമ്മൾ മെയിൽ ഗാമീറ്റോജെനസിസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോളൻ ഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് അല്പം കാര്യങ്ങളോട് കാണാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഹിയർ പോളൻ അലർജി. അലർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. പോളൻ അലർജി ഈസ് ദി അലർജി that is shown by some people to pollen grains of certain plants. ചില ചെടികളുടെ പോളൻ ഗ്രെയിൻസ് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അലർജിക് ആയിട്ട് ആളുകൾക്ക് അലർജി ഉണ്ടാകും. അതിനെയാണ് എന്ത് പറയുക? പോളൻ അലർജി എന്ന് പറയുക. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അലർജി ഉണ്ടാകുന്ന ആളുകൾക്ക് അലർജിയുടെ റിസൾട്ട് ആയിട്ട് ആസ്മയും ബ്രോങ്കൈറ്റിസും ഒക്കെ ഉണ്ടാവും ചില ചെടികളുടെ പോളൻ ഗ്രെയിൻസ് കിട്ടി കഴിഞ്ഞാൽ. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നുണ്ടോ? പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ്. പാർത്തീനിയത്തിനെ ക്യാരറ്റ് ഗ്രാസ് എന്ന് വിളിക്കാൻ കാരണം അതിന്റെ ലീഫിന്റെ ഷേപ്പ് ക്യാരറ്റിന്റെ ലീഫിന്റെ ഷേപ്പുമായിട്ട് സിമിലർ ആണ്. അതുകൊണ്ടാണ് ക്യാരറ്റ് ഗ്രാസ് എന്ന് വിളിക്കുന്നത്. ശരിക്കും ദിസ് ഈസ് എ പ്ലാന്റ് ദാറ്റ് ഈസ് എ കണ്ടാമിനന്റ് came here along with introduced wheat. ഹൈ yielding വീറ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ അതിന്റെ സീഡിന്റെ കൂട്ടത്തിൽ കടന്നു വന്ന ഒരു പ്ലാന്റ് ആണ് ആര്? പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ്. അതിനെന്താ പ്രശ്നം? അതിന്റെ പോളൻ അലർജിക്കാണ്. ചില ആളുകൾക്ക് അലർജിക്കാണ്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ആസ്മാറ്റിക് ആൻഡ് ബ്രോങ്കൈറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് അലർജിനെയാണ് നമ്മൾ എന്ത് പറയുക? പോളൻ അലർജി എന്ന് പറയാം. അടുത്ത 2 കാര്യങ്ങൾ നോക്കിക്കേ. പോളൻ ടാബ്ലറ്റ് ആൻഡ് പോളൻ സിറപ്പ്. പോളൻ ഗ്രെയിൻസിനെ വെച്ചിട്ടുണ്ടാക്കുന്ന ടാബ്ലറ്റും പോളൻ ഗ്രെയിനെ വെച്ചുണ്ടാക്കുന്ന സിറപ്പിനെയാണെന്ന് പറയുക പോളൻ ടാബ്ലറ്റ് ആൻഡ് സിറപ്പ്. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ആർ ഹൈലി ന്യൂട്രിറ്റീവ്. ഹൈലി ന്യൂട്രിറ്റീവ് ആണ്. അതിനകത്തെ കണ്ടൻസ് എന്ന് പറയുന്നത് ന്യൂട്രിയൻ റിച്ച് ആണ്. അങ്ങനെ ന്യൂട്രിറ്റീവ് ആയതുകൊണ്ട് ആ പോളൻ ഗ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ പോളൻ ടാബ്ലറ്റുകളും പോളൻ സിറപ്പുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിക്കേ. ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ അത്ലറ്റ്സ് ആൻഡ് റേസ് ഹോഴ്സസ് ഇൻ ഓർഡർ ടു ബൂസ്റ്റ് അപ്പ് ദയർ എനർജി. അത്ലറ്റുകളും അതുപോലെ തന്നെ റേസ് ഹോഴ്സുകളും ഓട്ടക്കുതിരകളും ഒക്കെ അവരുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? പോളൻ ഗ്രെയിന്റെ ടാബ്ലറ്റ് അല്ലെങ്കിൽ സിറപ്പ് ഉപയോഗിക്കാറുണ്ട്. റീസൺ എന്താന്ന് നമ്മൾ കണ്ടല്ലേ. പോളൻ ഗ്രെയിൻസ് ആർ ന്യൂട്രിയൻ റിച്ച്. അതുകൊണ്ട് എനർജി ബൂസ്റ്റേഴ്സ് അതിനുള്ളിൽ ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ നിർമ്മിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കൂ. പോളൻ ഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് പോളൻ വയബിലിറ്റി. വയബിലിറ്റി നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് അല്ലെ. സീഡ് വയബിലിറ്റി എന്നൊക്കെ പറയുന്നത്. വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ജർമിനേറ്റ്. പോളൻ ഗ്രെയിൻ ഒരു ആന്തറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ജർമിനേറ്റ് ചെയ്യാനുള്ള ആ കഴിവിനെയാണ് പറയുക പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. എത്ര നാളുകൾ അത് വയബിൾ ആയിട്ടിരിക്കും അല്ലെങ്കിൽ അത് ഡെഡ് ആയി പോകും നമുക്ക് നോക്കാം. പോളൻ വയബിലിറ്റി ഈസ് ഹൈലി വേരിയബിൾ ഇൻ സ്പീഷീസ് ഓർ ഫ്രം സ്പീഷീസ് ടു സ്പീഷീസ്. പല സ്പീഷീസുകളിലും വ്യത്യസ്തമായിരിക്കും. ദാറ്റ് വയബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. പോളൻ ഗ്രെയിനിന്റെ ജർമിനേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ്. ആരാണ്? ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയുമാണ്. അപ്പൊ ഏതായാലും ഈ 2 ഫാക്ടറുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുമെങ്കിലും പല സ്പീഷീസിലും പോളൻ ഗ്രെയിന്റെ വയബിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. റൈസ് ആൻഡ് വീറ്റ്. റൈസിന്റെയും വീറ്റിന്റെയും പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് മാത്രമേ വയബിൾ ആയിട്ടിരിക്കുള്ളൂ. അത് കഴിയുമ്പോൾ അവർ ഡെഡ് ആയിട്ട് പോകും. ഓക്കെ. ബട്ട് സം ഫാമിലീസ്, 2-3 ഫാമിലികളുടെ പേരൂടെ പറഞ്ഞിട്ടുണ്ടോ? റോസേസി, സൊളാനേസി ആൻഡ് ലെഗുമിനോസി. റോസ് പ്ലാന്റിന്റെ ഫാമിലി, സൊളാനം ബ്രിഞ്ചാളിന്റെ ഒക്കെ ഫാമിലി, ലെഗുമിനോസി പയറു ചെടികളൊക്കെ പെട്ട ഫാമിലി. 3 ഫാമിലിയിലെ മെമ്പേഴ്സിലാണെങ്കിൽ ദ പോളൻ വയബിലിറ്റി വിൽ ബി ഫോർ മന്ത്സ്. മാസങ്ങളോളം പോളൻ ഗ്രെയിൻസ് വയബിൾ ആയിട്ടിരിക്കും. അപ്പോൾ അതാണ് പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ. പോളൻ സാക്ക് ആൻഡ് പോളൻ ബാങ്ക്. അത് നമുക്ക് പോളൻ സാക്ക് എന്താന്ന് നോക്കാം. നമ്മള് ആന്തറിന്റെ അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനുള്ളില്
ആണ് ആരുണ്ടാകുക? കണക്റ്റീവ് ഒക്കെ നമ്മൾ കണ്ടു. അതിനുള്ളിൽ 4 തീക്കകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. മൈക്രോസ്പോർ ഉണ്ടായി, അത് മച്ചുറായി പോളൻ ഗ്രെയിൻ ആയി കഴിയുമ്പോഴത്തേന് ഈ 2 തീക്കയും കൂടെ ഇവിടുത്തെ ഈ ലോബിലെ 2 തീക്കയും കൂടെ കമ്പൈൻ ചെയ്യും. ഈ ലോബിലെ 2 തീക്കയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇവിടം ബ്രേക്ക് ചെയ്യുന്നു. അപ്പം ഒരു വലിയ ക്യാവിറ്റി ഇതിനകത്ത് ഉണ്ടായിരിക്കുകയാണ്. ഈ ക്യാവിറ്റിക്കുള്ളിൽ നിറയെ പോളൻ ഗ്രെയിൻസ് ആണ്. അവരെ അതിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ആന്തറിനുള്ളിൽ കാണുന്ന ഈ ക്യാവിറ്റികളെയാണ് നമ്മൾ എന്ത് പറയുക? പോളൻ സാക്ക് എന്ന് പറയുന്നത്. Pollen sac is the cavity in anther or microsporangium in which pollen grains are stored. അപ്പൊ അതിനാണ് pollen sac എന്ന് പറയുന്നത്. Then അടുത്തത് എന്താണ്? pollen bank. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകണ്ട. pollen bank എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പ്ലാന്റ് ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ചില ചെടികളുടെ പോളൻ ഗ്രെയിൻ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് പോളൻ ഗ്രെയിൻസിനെ എടുത്തിട്ട് അതിനുള്ളില് ലിക്വിഡ് നൈട്രജൻ ആണ് -196 ഡിഗ്രി സെൽഷ്യസ്. -196 ഡിഗ്രി സെൽഷ്യസ് ആണ് ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചർ. അതിനുള്ളിൽ നമ്മള് പോളൻ ഗ്രെയിൻസിനെ എടുത്തിട്ട് കേടാകാതെ ഇങ്ങനെ ഈ ഹൈ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് പറയുക പോളൻ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് പോളൻ ബാങ്ക് ആക്കി -ഡിഗ്രിയിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആ പോളൻ ഗ്രെയിനെ എടുത്തിട്ട് ബ്രീഡിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഹൈ ഈൽഡിംഗ് വെറൈറ്റികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. സീഡുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. സീഡ് ബാങ്ക് എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ പോളൻ ഗ്രെയിൻസിനെ ലിക്വിഡ് നൈട്രജനുള്ളിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് പറയുക പോളൻ ബാങ്ക് എന്ന് പറയും. ഇപ്പൊ നമ്മളിവിടെ കണ്ടത് എന്തൊക്കെയാണ്? പോളൻ ഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് പോളൻ അലർജി, പിന്നെ പോളൻ ടാബ്ലറ്റ് ആൻഡ് പോളൻ സിറപ്പ്, ദെൻ പോളൻ വയബിലിറ്റി. പോളൻ അതിന്റെ വേരിയേഷൻ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി. പിന്നെ പോളൻ സാക്ക് എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ പോളൻ ബാങ്ക് എന്താണെന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മള് മെയിൽ ഗാമീറ്റോജെനസിസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടതാണ് ഫീമെയിൽ ഗാമീറ്റോജെനസിസ് കാണും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റ് സ്റ്റെപ്പുകളിലേക്ക് പോവുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് മെയിൽ ഗാമീറ്റോജെനസിസിന് വേണ്ടി എഴുതിയതുപോലെ തന്നെ ഒരു ഹെഡിങ് ഞാൻ ഇവിടെ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് പിസ്റ്റിൽ ഓർ കാർപ്പൽ. 4 കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കുന്നത്: പിസ്റ്റിൽ ഓർ കാർപ്പൽ, ഒവ്യൂൾ ഓർ മെഗാസ്പോറാഞ്ചിയം, മെഗാസ്പോർ, എംബ്രിയോസൈക്ക് ആൻഡ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ്. കറസ്പോണ്ടിങ് എന്ന് പറയാൻ കാരണം അവിടെ നമ്മൾ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലിന് പകരം അവിടെ നമ്മൾ പഠിച്ചെന്തായിരുന്നു? സ്റ്റേമനാ പഠിച്ചത് അല്ലേ? അവിടെ നമ്മൾ ആന്തർ അല്ലെങ്കിൽ മൈക്രോസ്പോറാഞ്ചിയം പഠിച്ചതിന് പകരം ഇവിടെ ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പോറാഞ്ചിയം പഠിക്കും. അവിടെ മൈക്രോസ്പോർ പഠിച്ചതിന് പകരം നമ്മളിവിടെ മെഗാസ്പോർ പഠിക്കും. അവിടെ പോളൻ ഗ്രെയിൻ പഠിച്ചതിന് പകരം ഇവിടെ എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് പഠിക്കും. ഇപ്പൊ നമ്മൾ ഫീമെയിൽ ഗാമീറ്റിന്റെ ഫോർമേഷൻ കാണാൻ പോവാണ്. ഫീമെയിൽ ഗാമീറ്റോജെനസിസ് പഠിക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ കാണേണ്ടത്? ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണ്? ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന്റെ ഒരു യൂണിറ്റിന്റെ പേരാണ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ. അപ്പൊ ഒരു പിസ്റ്റിലിന്റെ ഒരു പിക്ചർ നമുക്കിവിടെ വരയ്ക്കാം. ഇങ്ങനെ ചെയ്യാം അല്ലേ? അപ്പോൾ ഫ്ലവറിന്റെ ഏറ്റവും ഉള്ളിൽ കാണുന്ന സ്ട്രക്ചറാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയാം. അതിന് 3 ഭാഗങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ടെർമിനൽ പോർഷന്റെ പേരെന്താ? സ്റ്റിഗ്മ. ഈ നാരോ ട്യൂബിന്റെ പേരെന്താണ്? സ്റ്റൈൽ. ഈ ബേസിൽ കാണുന്ന സ്വെല്ല് ചെയ്തിരിക്കുന്ന പോർഷന്റെ പേരെന്താണ്? ഓവറി. ഈ 4 ഭാഗങ്ങൾ അടങ്ങിയ ഈ സ്ട്രക്ചറിനാണ് നമ്മൾ എന്താ പറയുക? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്ററി ഓർഗൻ ഓഫ് എ ഫ്ലവർ എന്ന് പറയും. അപ്പൊ അത് നമുക്ക് കണ്ടുകഴിഞ്ഞു. സ്റ്റിഗ്മയുടെ ഒക്കെ ഫംഗ്ഷൻ നമുക്കറിയാം. വീണ്ടും നമ്മൾ കാണും, ഫെർട്ടിലൈസേഷൻ ചെല്ലുമ്പോൾ കാണും. പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? ഓക്കെ, അടുത്ത് നമ്മൾ കാണേണ്ടതാണ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലിന്റെ ഉള്ളിലാണ് ആര് കാണുക?
ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം കാണുക. നമ്മളവിടെ മെയിൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പഠിച്ചപ്പോൾ സ്റ്റേമന്റെ ഔട്ട്സൈഡിൽ തന്നെയാണ് മൈക്രോസ്പൊറാഞ്ചിയം കണ്ടത്. പക്ഷെ ഇവിടെ കാർപ്പലിന്റെ ഉള്ളിലാണ് ആയിരിക്കുന്നത്, മെഗാസ്പൊറാഞ്ചിയം ഇരിക്കുന്നത്. അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓവറിക്കുള്ളിലാണ് ഒവ്യൂൾ ഇരിക്കുക. ഞാനിവിടെ ഒരു ഒവ്യൂളിന്റെ പിക്ചർ വരയ്ക്കാൻ പോവാണ്. ശരി, നമ്മൾ രണ്ടാമത് കാണാൻ പോകുന്ന ആരെയാണ്? ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ കാണാൻ പോവുക. ഇപ്പൊ ഒരു ഒവ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒവ്യൂള് ഓവറിയുടെ ഇല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടിഷ്യൂ ഉണ്ട്. അതിന് നമ്മൾ പ്ലാസന്റ എന്നാണ് പറയുന്നത്. ഒവ്യൂളിന്റെ പാർട്ട് അല്ല അത്, എങ്കിലും അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പ്ലാസന്റ എന്ന് പറയുന്നത്. പ്ലാസന്റ. പ്ലാസന്റയിലേക്കാണ് ഒവ്യൂളിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒവ്യൂളിന്റെ സ്റ്റോക്കിന് പറയുന്ന പേരെന്താണ്? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. സ്റ്റോക്കിന്റെ പേരാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഇനി ആ സ്റ്റോക്ക് വന്നിട്ട് ഒവ്യൂളിന്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ ഉണ്ട് അല്ലെ, ആ റീജിയൻ നമ്മളൊരു പേര് പറയും ഹൈലം എന്ന് പറയും. ഒവ്യൂളിന്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പേരാണ് ഹൈലം എന്ന് പറയുന്നത്. ഇനി ഒരു ഇമ്മച്വർ ഒവ്യൂൾ ആണ് നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇമ്മച്വർ ഒവ്യൂളിന്റെ സെന്ററിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ മാസ് ഓഫ് സെൽ ഇവിടെ കാണാൻ പറ്റും. ആ ടിഷ്യൂവിനാണ് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ന്യൂസെല്ലസ് എന്ന് പറയും. ന്യൂസെല്ലസ് എന്ന് പറയും. ഇനി ഈ ന്യൂസെല്ലസിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പ്രൊട്ടക്റ്റീവ് ലെയറുകൾ അവിടെ ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് ലെയറുകളിൽ ഉള്ളിൽ കാണുന്നതിന്റെ പേര് ഇന്നർ ഇന്റഗ്യുമെന്റ് എന്നാണ്. ഇന്നർ ഇന്റഗ്യുമെന്റ് എന്നാണ് പറയുന്നത്. വെളിയിൽ കാണുന്നതിന് നമ്മൾ ഔട്ടർ ഇന്റഗ്യുമെന്റ് എന്നും പറയും. ഔട്ടർ ഇന്റഗ്യുമെന്റ് എന്നും പറയും. ഇനി ഈ ഇന്റഗ്യുമെന്റ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ഇവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഓപ്പണിംഗ് കാണും. ആ ഓപ്പണിംഗിന്റെ പേരാണ് മൈക്രോപൈൽ എന്ന് നമ്മൾ പറയും. മൈക്രോപൈൽ എന്ന് പറയും. മൈക്രോപൈൽ. അപ്പൊ ഈ മൈക്രോപൈലിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. പോളിനേഷൻ നടന്ന് പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അതിന് വന്ന് എംബ്രിയോസാക്കിനുള്ളിലെ ഫീമെയിൽ ഗമീറ്റിനടുത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മൈക്രോപൈൽ എവിടെയുണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് പോളിന് നമ്മളൊരു പേര് പറയും ചലാസ എന്ന് പറയും. മൈക്രോപൈല് എവിടെയുണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് എന്നിട്ട് പറയുന്ന പേരാണ് ചലാസ എന്ന് പറയുന്നത്. ഇപ്പൊ ഒവ്യൂളിന്റെ രണ്ട് പോളാണല്ലോ, മൈക്രോപൈലാർ പോളും ചലാസൽ പോളും ആണുള്ളത്. അപ്പൊ ഇതാണ് ഒരു ഇമ്മച്വർ ഒവ്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റോക്കിന്റെ പേര് എന്താണ്? ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്യുന്ന റീജിയന്റെ പേര് ഹൈലം എന്ന് പറയുന്നു. സെന്ററിൽ കാണുന്ന മാസ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂവിന്റെ പേര് ന്യൂസെല്ലസ് എന്ന് പറയുന്നു. പ്രൊട്ടക്റ്റീവ് ലെയറിന്റെ പേര് ഇന്റഗ്യുമെന്റ്സ്. ഇന്നർ കൊണ്ട് ഔട്ടർ കൊണ്ട്. ഇന്റഗ്യുമെന്റിലെ ഓപ്പണിംഗിന്റെ പേരാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ദെൻ മൈക്രോപൈൽ എവിടെ ഉണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് എന്നിട്ട് പറയുന്ന പേരാണ് ചലാസ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? സ്ട്രക്ചർ ഓഫ് ആൻ ഒവ്യൂൾ ഓർ മെഗാ സ്പൊറാഞ്ചിയം. ഒരു ഇമ്മച്വർ ഒവ്യൂളിന്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഒവ്യൂളിന്റെ സ്ട്രക്ചർ നമ്മളിവിടെ കണ്ടുകഴിഞ്ഞു. ദെൻ അടുത്ത് നമ്മൾ കാണേണ്ട ആരെയാണ്? മെഗാസ്പോറിനെ കാണണം അല്ലെ. മെഗാസ്പോർ ഉണ്ടാകണമെങ്കിൽ എന്ത് നടക്കണം? മെഗാസ്പോറോജെനസിസ് നടക്കണം. മെഗാസ്പോറോജെനസിസ് നടക്കണം. നേരത്തെ നമ്മള് മെയിൽ ഗാമീറ്റോജെനസിസിൽ മൈക്രോസ്പോറോജെനസിസ് കണ്ടിരുന്നല്ലേ ആൻതറിനകത്ത്. അതുപോലെ തന്നെ ഇവിടെ നമ്മള് മെഗാസ്പൊറാഞ്ചിയത്തിനകത്ത് മെഗാസ്പോറോജെനസിസ് കാണാൻ പോവാണ്. അപ്പൊ മെഗാസ്പോറോജെനസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെഗാസ്പോറോജെനസിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. MMCയിൽ നിന്ന് മിയോസിസ് വഴി മെഗാസ്പോറുകൾ ഉണ്ടാകുന്നു. അത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഒവ്യൂളിന്റെ സെൻട്രൽ കാണുന്ന മാസ് ഓഫ് സെൽസിന്റെ പേരെന്തായിരുന്നു? ന്യൂസെല്ലസ് എന്നാണ് അല്ലെ. ഇപ്പൊ ആ ന്യൂസെല്ലസിലെ ഒരു സെല്ല് മാത്രം
ഒറ്റ സെല്ല്, ഈ മൈക്രോപൈലിന് സമീപത്തുള്ള ഒരു സെല്ല് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ MMC എന്ന് വിളിക്കാം. MMC എന്ന് വിളിക്കാം. നേരത്തെ നമ്മളിവിടെ ആൻതറിനകത്ത് MMCയുടെ അർത്ഥം മൈക്രോസ്പോർ മദർ സെല്ലാണ്. ഇവിടെ ഇതെന്താണ്? മെഗാസ്പോർ മദർ സെല്ലാണ്. നമുക്കറിയാം മെഗാസ്പോർ മദർ സെൽ എപ്പോഴും എങ്ങനെയാണ്? ഡിപ്ലോയിഡ് അല്ലേ? ഡിപ്ലോയിഡ്. അപ്പൊ ഇവിടെയുള്ള ഒറ്റ സെല്ല് മാത്രം, ആൻതറിലെ പോലെ എല്ലാ സെല്ലുകളും, സ്പോറോജീനസ് ടിഷ്യൂവിലെ എല്ലാ സെല്ലുകളും പോലെ എല്ലാവരും അല്ല, ഒരു സെല്ല് മാത്രമാണ് ആരായിട്ട് മാറുക? MMC അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുക. ആ മെഗാസ്പോർ മദർ സെല്ലില് എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു സെല്ലിനെയാണ് ഇങ്ങോട്ടേക്ക് എടുത്തു വരച്ചിരിക്കുന്നത്. ഇതിന് ചുറ്റും കാണുന്നത് ന്യൂസെല്ലസ് ആണ്. ഓക്കെ, ആ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് വഴി അല്ലെ, മിയോസിസ് വഴി ഡിവൈഡ് ചെയ്ത് 4 മെഗാസ്പോറുകളായിട്ട് മാറുന്നതിനാണ് എന്ത് പറയാം? മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. നോക്കുക, MMC എവിടെയായിരിക്കും? ഇവിടെ ഇരിക്കുന്ന MMC അല്ലേ? ഈ MMC 1 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സെല്ലാവും, 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 സെല്ലായിട്ട് മാറും. ഇത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന 4 പുതിയ സെല്ലുകളും എന്താണ്? ഹാപ്ലോയിഡ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഇരുന്ന് ഈ സെല്ല് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 4 മെഗാസ്പോറുകളായിട്ട് മിയോസിസ് വഴി ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് മെഗാസ്പോറോജെനസിന്റെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്നു അല്ലെ? മെഗാസ്പോർ മദർ സെല്ല് 1 ഡിവൈഡ് ചെയ്യുന്നു, 2 ഡിവൈഡ് ചെയ്ത് 4 സെല്ലുകളായിട്ട് മിയോസിസ് വഴി മാറുന്നു. ആദ്യത്തെ സെല്ലാണ് മെഗാസ്പോർ മദർ സെല്ലാണ്. 2 സെല്ലിന്റെ സ്റ്റേജിനെ പറയുന്ന പേര് മെഗാസ്പോർ ഡയാഡ് എന്ന് പറയുന്നത്. 2 സെല്ല്. 4 സെല്ലാകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മെഗാസ്പോർ ടെട്രാഡ് എന്ന് പറയും. നേരത്തെ നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പൊ ഇവിടെ ഈ ഒബ്യൂളിനകത്ത് ആരുണ്ടായി? മെഗാസ്പോർ ടെട്രാഡ് ഉണ്ടായി. ഇനി അടുത്ത് നമുക്ക് എന്താ കാണേണ്ടത്? മെഗാസ്പോർ ഇപ്പൊ ഉണ്ടായി അല്ലെ? മെഗാസ്പോറോജെനസിസ് വഴി മെഗാസ്പോർ ഉണ്ടായി. അടുത്തത് ആ മെഗാസ്പോർ വളർന്ന് ആരായി മാറണം? എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ഉണ്ടായി. അതിനുള്ളിലാണ് ഫീമെയിൽ ഗമീറ്റ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഈ 4 മെഗാസ്പോറുകൾ ഉണ്ടായതിനകത്ത് മൈക്രോപൈലാർ എൻഡിലെ ഒരെണ്ണം അവിടെ നിന്നിട്ട് ബാക്കി 3 ഡീജനറേറ്റ് ചെയ്തു പോകും. ബാക്കി 3 ഡീജനറേറ്റ് ചെയ്തു. അതായത് ഇവിടെ എത്രയെണ്ണം ഉണ്ട്? 4 ഇല്ലേ? 4 മുകളിലത്തെ 3 ഡീജനറേറ്റ് ചെയ്ത് ഒരെണ്ണം മാത്രം അവിടെ അവശേഷിക്കും. അതിന്റെ പേരാണ് എന്ത്? നമ്മളിപ്പോ ഇതിനെ ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് വിളിക്കും. ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് വിളിക്കും. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ഇവിടെ ഇരുന്ന് വളർന്ന് വലുതായിട്ടാണ് ആരായിട്ട് മാറുക? എംബ്രിയോസാക്കായിട്ട് മാറുന്നത്. ഫങ്ഷണൽ മെഗാസ്പോർ ഇവിടെ നിന്നിട്ട് വളർന്ന് ഈ ന്യൂസെല്ലസിന്റെ സെല്ലിനെ അല്ലെങ്കിൽ ടിഷ്യൂവിനെ കൺസ്യൂം ചെയ്തുകൊണ്ട് എംബ്രിയോസാക്കായിട്ട് മാറുക ചെയ്യും. എംബ്രിയോസാക്കായിട്ട് മാറുക ചെയ്യും. അപ്പൊ ഈ എംബ്രിയോസാക്ക് മച്ചുർ ആകുന്ന ഒബ്യൂളിനകത്ത് ന്യൂസെല്ലസിന് പകരം ഒരു എംബ്രിയോസാക്ക് ആയിരിക്കും കാണുന്നത്. മച്ചുർ ഒബ്യൂളിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ അത് നോക്കാം. അപ്പം ഇവിടെ ഇരുന്ന ആ ഒരു അവശേഷിക്കുന്ന ഒരു മെഗാസ്പോറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫങ്ഷണൽ മെഗാസ്പോർ എന്നല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോസാക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഈ പിക്ചർ ഇവിടെ വരച്ചിരിക്കുന്നത്. എന്തിൽ നിന്ന് ആരംഭിക്കുന്നത്? ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നല്ലേ? അപ്പൊ ആദ്യം കാണുന്ന ഈ സെൽ എന്താണ്? ഫങ്ഷണൽ മെഗാസ്പോർ. അതിന്റെ പോയിന്റ് നമുക്കറിയാം, ഹാപ്ലോയിഡ് അല്ലേ? മിയോസിസ് വഴിയാണ് മെഗാസ്പോറുകൾ ഉണ്ടായി. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടായി. ആ ഫങ്ഷണൽ മെഗാസ്പോർ ഇവിടെ ഇരുന്ന് വളർന്ന് വലുതായിട്ട് ഒരു സെല്ലാണ്. അത് വളരെയാണ്. ഈ ന്യൂസെല്ലസിനെ കൺസ്യൂം ചെയ്തുകൊണ്ട് വളർന്ന് വലുതാവുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ന്യൂക്ലിയസ് 3 തവണ ഡിവൈഡ് ചെയ്യും മൈറ്റോസിസ് വഴിയായിട്ട്. ന്യൂക്ലിയസ് 1 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആകും, 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആകും, 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ആയിട്ട് മാറുക ചെയ്യുന്നത്. അങ്ങനെ 3 റിപ്പീറ്റഡ് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുമ്പോഴത്തേനും ന്യൂക്ലിയർ ഈ മെഗാസ്പോർ ഒരു 8 ന്യൂക്ലിയേറ്റ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. അത് വളർന്ന് വീണ്ടും വലുതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 8 ന്യൂക്ലിയേറ്റ് സ്ട്രക്ചർ ആയി കഴിയുമ്പോൾ ഇവിടെയും 4 ന്യൂക്ലിയസുകൾ വീതമുണ്ടല്ലേ? അതിനുള്ളിലെ ഓരോ ന്യൂക്ലിയസുകൾ സെന്ററിലേക്ക് വരും. 2 പോളിൽ നിന്നും ഓരോ ന്യൂക്ലിയസുകൾ
സെന്ററിലേക്ക് വരും. അവിടെ അവശേഷിക്കുന്ന 3 ന്യൂക്ലിയസുകളും സെൽ വോൾ വന്ന് സെല്ലുകളായിട്ട് മാറുക ചെയ്യുന്നു. സെൽ വോൾ വന്നിട്ട് സെല്ലുകൾ, ഇവിടെ 3 സെല്ലുണ്ട്, ഇവിടെയും 3 സെല്ല് വന്നിരിക്കുകയാണ്. പിന്നെ അത് നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇവിടെയാണ് സംഭവിച്ചത്. ഇവിടെ ഇരുന്ന ഫങ്ഷണൽ മെഗാസ്പോർ ആണ് വളർന്ന് എന്തായിട്ട് മാറിയിരിക്കുന്നത്? എംബ്രിയോസാക് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായ എംബ്രിയോസാക്കിന്റെ നടുക്ക് 2 ആരുണ്ട്? ന്യൂക്ലിയസുകളുണ്ട്. മൈക്രോപൈലാർ എൻഡില് 3 ന്യൂക്ലിയസുകൾ 3 സെല്ലുകളായിട്ട് മാറി. ചലാസൽ എൻഡിലിരുന്ന 3 ന്യൂക്ലിയസുകൾ 3 സെല്ലുകളായിട്ട് മാറി. 3 സെല്ലുകളായിട്ട് മാറി. നടുക്ക് 2 ന്യൂക്ലിയസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഡിഫറെന്റ് സ്ട്രക്ചർ ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ്. നമ്മൾ മുമ്പേ കണ്ട ഒബ്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു? നടുക്കുണ്ടായിരുന്ന ന്യൂസെല്ലസ് അല്ലേ? പക്ഷെ ഇപ്പൊ അവിടെ ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഒരു ലെയർ ആയിട്ട് മാറി. ഇപ്പൊ ന്യൂസെല്ലസ് ഈ ഔട്ട്സൈഡിൽ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ബാക്കി ന്യൂസെല്ലസ് മുഴുവൻ തീർന്നുപോയി. എപ്പോഴാണ്? മെഗാസ്പോർ വളർന്ന് വലുതായപ്പോൾ അതിനെ കൺസ്യൂം ചെയ്തു. അപ്പൊ ഫങ്ഷണൽ മെഗാസ്പോർ ഇങ്ങനെ 3 തവണ ഡിവൈഡ് ചെയ്ത് വളർന്ന് വലുതായി ഒരു വലിയ എംബ്രിയോസാക് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ ക്യാവിറ്റിയെ നമ്മൾ ഇനി വിളിക്കുന്ന പേരാണെന്ത്? എംബ്രിയോസാക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് നമ്മൾ വിളിക്കുക. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും? ഫീമെയിൽ ഗമീറ്റ് ഇതിനുള്ളിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുണ്ടായ ഈ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ എത്ര സെല്ലുകളുണ്ട്? 3 ഉം 6 നടുക്കൊരു വലിയ സെല്ല്, 7 സെല്ലുണ്ട്. പക്ഷെ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 8 ന്യൂക്ലിയസ് ഉണ്ട്. അങ്ങനെ 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ 7 സെല്ലും 8 ന്യൂക്ലിയസും ഉള്ള ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എംബ്രിയോസാക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. എംബ്രിയോസാക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് നോക്കാം ഈ എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചർ കൂടെ നോക്കിയേക്കാം. ഒരു മച്ചുർ ഒബ്യൂൾ ആണെങ്കിൽ നമ്മളിവിടെ എംബ്രിയോസാക്ക വരയ്ക്കേണ്ടത്. അപ്പോൾ അത് ഒബ്യൂളിന്റെ പാർട്ടായിട്ട് അത് അവിടെ വരും. നോക്കാം. ഈ മൈക്രോപൈലാർ എൻഡ്, ഒബ്യൂളിന്റെ ഇന്റഗ്യുമെന്റ്സിന്റെ ഓപ്പണിംഗിന്റെ പേരായിരുന്നത് മൈക്രോപൈൽ. മൈക്രോപൈലാർ എൻഡിൽ കാണുന്ന 3 സെല്ലുകൾക്ക് നമ്മൾ പറയുന്ന പേര് എഗ് അപ്പാരറ്റസ് എന്നാണ്. എഗ് അപ്പാരറ്റസ് എന്നാണ് പറയുന്നത്. എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസിന്റെ നടുക്കിരിക്കുന്ന ഒരു സെല്ലാണ് ആര്? എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഇരുവശങ്ങളിലായിട്ടിരിക്കുന്ന സെല്ലുകൾക്ക് നമ്മൾ പറയുന്ന പേര് സൈനർജിറ്റ്സ് എന്നാണ്. സൈനർജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ നടുക്കിരിക്കുന്ന എഗ് സെൽ അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റിനെയും സൈനർജിറ്റുകളെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എഗ് അപ്പാരറ്റസ് എന്നാണ് വിളിക്കുന്നത്. അതെപ്പോഴും എവിടെയേ കാണുള്ളൂ? മൈക്രോപൈലാർ എൻഡിൽ മാത്രമേ കാണുള്ളൂ. ഒബ്യൂളിന്റെ മൈക്രോപൈൽ ഇവിടെയാണെങ്കിൽ ഇവിടെ ആയിരിക്കും അത് കാണുക. അപ്പോൾ ഈ സെല്ലുകൾ ഇവിടെ കാണും. ഇനി ഓപ്പോസിറ്റ് എൻഡിൽ, ചലാസൽ എൻഡിൽ കാണുന്ന 3 സെല്ലുകൾക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? ആന്റിപോഡൽസ് എന്ന് പറയുന്നു. ആന്റിപോഡൽസ് എന്ന് പറയുന്നു. ആന്റിപോഡൽസ് എന്ന് പറയുന്നു. ഇനി അങ്ങനെ 3 സെല്ലുകൾ ഉണ്ടായപ്പോൾ, ഒരു സെല്ലുകളായിട്ട് മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി നടുക്കത്തെ ക്യാവിറ്റി ഒരു സെല്ലായിട്ട് മാറുകയല്ലേ? ആ സെല്ലിന് നമ്മൾ ഒരു പേര് പറയും സെൻട്രൽ സെൽ എന്ന് പറയും. സെൻട്രൽ സെൽ എന്ന് പറയും. സെൻട്രൽ സെല്ലിൽ നിൽക്കുന്ന ഈ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾക്ക് നമ്മൾ പറയുന്ന പേര് പോളാർ ന്യൂക്ലിയൈ എന്നാണ്. പോളാർ ന്യൂക്ലിയൈ. പോളാർ ന്യൂക്ലിയൈ എന്ന് വിളിക്കാൻ കാരണം നമുക്കറിയാം, 2 പോളിൽ നിന്ന് വന്നവരായതുകൊണ്ടാണ് പോളാർ ന്യൂക്ലിയൈ എന്ന് വിളിക്കുക. അപ്പൊ ഇതാണ് ഒരു മച്ചുർ എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചർ. അതിനുള്ളിൽ എഗ് അപ്പാരറ്റസിന്റെ നടുക്കിരിക്കുന്ന ആരാണ്? എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് ആണ്. ഇപ്പൊ ഫീമെയിൽ ഗമീറ്റ് എംബ്രിയോസാക്കിനുള്ളിൽ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് പൂർത്തിയായി? നമ്മുടെ ഗമീറ്റോജനസിസിലെ ഫീമെയിൽ ഗമീറ്റോജനസിസ് പൂർത്തിയായി. ഫീമെയിൽ ഗമീറ്റോജനസിസും പൂർത്തിയായി. നമ്മള്
നേരത്തെ മെയിൽ ഗമീറ്റോജെനസിസിനകത്ത് പോളൻ ഗ്രെയിനകത്ത് 2 മെയിൽ ഗമീറ്റുകൾ ഉണ്ടായി കണ്ടല്ലേ. ഇപ്പോൾ നോക്കൂ, എംബ്രിയോസൈക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റിനുള്ളിൽ ഒരു ഫീമെയിൽ ഗമീറ്റോ ഉണ്ടായപ്പോൾ ഫീമെയിൽ ഗമീറ്റോജെനസിസും പൂർത്തിയായി. ഇനി എഗ് അപ്പാർട്ടസിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ എഗിന്റെ ഇരുവശങ്ങളിൽ ഇരിക്കുന്ന സെൽസിന്റെ പേരെന്താണ്? സൈനോർജിഡ്സ് എന്നാണ് അല്ലെ. ഈ സൈനോർജിഡ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ ഇത് എഗ് ആണെങ്കിൽ ഇരുവശങ്ങളിൽ ഇരിക്കുന്ന സെൽസ് ആരാണ്? സൈനോർജിഡ്സ് ആണ്. ഈ സൈനോർജിഡിന്റെ മൈക്രോപൈലാർ എൻഡിൽ ഇങ്ങനെ ഒരു തിക്കനിങ് ഇരിക്കുന്നുണ്ട്. ആ തിക്കനിങ്ങിന് ഒരു പേര് നമ്മൾ പറയും ഫിലിഫോം അപ്പാരറ്റസ് എന്നാണ്. ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയും. ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയും. ഫിംഗർ ഷേപ്പ് തിക്കനിങ് എന്നാണ് പറയുന്നത്. ഇത് എഗ് ആണ്, ഫീമെയിൽ ഗമീറ്റ് ആണ്. എഗ് ആണ്, ഇത് സൈനോർജിഡ്സ് ആണ്. അതിനൊരു ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പഠിക്കും. പോളൻ ഗ്രെയിൻ ഇവിടെ വീണിട്ട് പോളൻ ട്യൂബ് ഇതിലേക്ക് ഇങ്ങനെ വന്നിട്ട് മെയിൽ ഗമീറ്റുകളായിട്ട് വരുന്ന പോളൻ ട്യൂബ് എംബ്രിയോസൈക്കിനുള്ളിലേക്ക് നേരെ കയറുകയല്ല, അത് 1 ഓഫ് ദി 2 സൈനോർജിഡിനുള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഏതെങ്കിലും ഒരു സൈനോർജിഡിന്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ആ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് ആര്? ഫിലിഫോം അപ്പാരറ്റസ്. ഇതിനുള്ളിലൂടെ കയറിയാണ് ഉള്ളിലേക്ക് വന്നിട്ട് പോളൻ ഗ്രെയിൻസ് അല്ലെ മെയിൽ ഗമീറ്റുകളെ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതൊരു പ്രത്യേകതയാണ് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എഗിന്റെ ഇരുവശങ്ങളിലുള്ള സെൽസിന്റെ പേര് സൈനോർജിഡ്സ്. സൈനോർജിഡ്സിന്റെ ബേസിൽ കാണുന്ന തിക്കനിങ്ങിന്റെ പേര് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയും. ഇനി ഓപ്പോസിറ്റ് കാണുന്ന 3 സെല്ലുകളുടെ പേരെന്തായിരുന്നു? ആന്റിപോഡൽസ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എംബ്രിയോസൈക്കിന്റെ ഫോർമേഷനും കണ്ടു. ഫീമെയിൽ ഗമീറ്റോജെനസിസിന് വേണ്ടി നമ്മൾ ആരെയൊക്കെ ഇപ്പോൾ കണ്ടു? ആദ്യമേ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലിനെ നമ്മളിവിടെ കണ്ടു. അത് കഴിഞ്ഞ് എന്താണ്? ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ കണ്ടു. ഒവ്യൂളിന്റെ 2 സ്റ്റേജ് നമ്മൾ കണ്ടു. ആദ്യം വരച്ചത് ഇമ്മച്ചുർ ഒവ്യൂളാണ്. അപ്പോൾ അതിന്റെ സെന്ററിൽ കാണുന്നത് ആരാണ്? ന്യൂസെല്ലസ് മാത്രമാണ്. ഇപ്പൊ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ആരെയാണ്? ഒരു മച്ചുർ ഒവ്യൂളാണ്. മച്ചുർ ആയപ്പോൾ അതിനകത്ത് ന്യൂസെല്ലസിനെ തീർത്തിട്ട് ന്യൂസെല്ലസ് ഒരു ചെറിയ ലെയർ ആയിട്ട് മാറി നടുക്ക് ഒരു ക്യാവിറ്റി ഉണ്ടായിട്ടുണ്ട്. അതാരാണ്? ആ ക്യാവിറ്റി ആരാണ്? എംബ്രിയോസൈക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആണ്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഇന്ന് പഠിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് ഒന്ന് കാണാം. ഇത് നോക്കൂ, ഒരു ഇമ്മച്ചുർ ആന്തറിന്റെ ക്രോസ് സെക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ ഒരു മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒരു ലോബിന്റെ ഒരു തീക്കാട് മാത്രം സെല്ലുലാർ സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ലെയറുകളെല്ലാം കാണാൻ പറ്റും. പിന്നെ മച്ചുറായി ഡിഹൈസ് ചെയ്തിരിക്കുന്ന ഒരു ആന്തറാണ് താഴെ കാണുന്നത്. പോളൻ സൈക്കിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വെളിയിലേക്ക് റിലീസ് ചെയ്യുന്നത് കാണാം. അടുത്ത പേജിൽ പല ചെടികളിലെ പോളൻ ഗ്രൈൻസിന്റെ ഇലക്ട്രോൺ മൈക്രോഗ്രാഫുകളാണ് ഇവിടെ കാണുന്നത്. എക്സൈന്റെ റഫ് സർഫസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് മൈക്രോസ്പോർ ടെട്രാഡാണ്. മൈക്രോസ്പോർ ടെട്രാഡ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതിലെ ഒരു മൈക്രോസ്പോർ അത് എങ്ങനെയാണ് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത് എന്നുള്ള സീക്വൻഷ്യൽ പിക്ചേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇതാണ് പോളൻ സിറപ്പും അതുപോലെ തന്നെ പോളൻ ടാബ്ലറ്റിന്റെ പിക്ചേഴ്സ്. ഇവിടെ നമ്മൾ കാണുന്നത് ഫീമെയിൽ ഗാമീറ്റോജെനസിസുമായിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സാണ്. ഒരു കാർപ്പലിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. പിന്നെ കാർപ്പൽസ് 2 തരമുണ്ട്, സിൻ കാർപ്പസും അപ്പോകാർപ്പസും. കാർപ്പലുകളെല്ലാം ഫ്യൂസ് ചെയ്തിരിക്കുന്നതാണ് സിൻ കാർപ്പസ് ആയിട്ടുള്ള ഗൈനീഷ്യം. കാർപ്പൽസ് എല്ലാം ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് അപ്പോകാർപ്പസ് ആയിട്ടുള്ള ഗൈനീഷ്യം. പിന്നെ ഇവിടെ കാണുന്ന പിക്ചറാണ് ഒരു ഒവ്യൂളിന്റെ സ്ട്രക്ചർ. ആ ഒവ്യൂളിന്റെ ഇതൊരു ഇമ്മച്ചുർ ഒവ്യൂളാണ്, അതുകൊണ്ട് നടുക്ക് കാണുന്നത് ന്യൂസെല്ലസ് ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ 2 സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ഇതാണ് ഒവ്യൂളിന്റെ ന്യൂസെല്ലസിനുള്ളിൽ നിന്ന് മെഗാസ്പോറോജെനസിസ് വഴി മെഗാസ്പോർ മദർ സെല്ല് 4 മെഗാസ്പോറുകളായിട്ട് മാറുന്നത്. അങ്ങനെയുള്ളതിലെ ഒരു മെഗാസ്പോറിൽ നിന്ന് എങ്ങനെയാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ പിക്ചർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.